നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമകളുടെ ബോക്സ് ഓഫീസ് കണക്കുകൾ എല്ലാം കൂടി ഒന്നിച്ചിട്ട് ഒരു വീഡിയോയിലൂടെ പറയാമെന്ന് കരുതി ചെയ്യുന്ന വീഡിയോ ആണ്. അതായത് ഈ അടുത്തിടയ്ക്കായിട്ട് കുറച്ച് രണ്ടാഴ്ചയോളം നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അതിന്റെ ഇടയിൽ നല്ല സിനിമകൾ വരികയുണ്ടായി. സത്യത്തിൽ ആ സിനിമകൾ പോലും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഇനിയാണ് ആ സിനിമകളെല്ലാം കാണാൻ തുടങ്ങുന്നത്. അപ്പോൾ ആ സിനിമകളുടെ എല്ലാം അതിനകത്ത് തന്നെ പല സിനിമകളും വലിയ അഭിപ്രായം നേടുകയുണ്ടായി. ഈ അഭിപ്രായം നേടിയ സിനിമകൾ സാമ്പത്തികമായിട്ട് വിജയം നേടിയോ അതല്ല വലിയ ഹിറ്റായി മാറിയ സിനിമകളുണ്ടോ, ഇതെല്ലാമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ താല്പര്യമുള്ളവർ പൂർണ്ണമായിട്ടും കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ഏത് സിനിമയാണ് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അതൊന്ന് താഴെ കമന്റ് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് കടക്കാം. ആദ്യം ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ഹിറ്റായി മാറിയിരിക്കുന്ന, അല്ലെങ്കിൽ കുഞ്ചാക്കോ ബോബനിൽ നിന്ന് മറ്റൊരു വലിയ ഹിറ്റ് ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. കുഞ്ചാക്കോ ബോബന്റെ കരിയറിലെ അടുത്ത ഒരു 50 കോടി ചിത്രമായിട്ടായിരിക്കും ഇത് മാറാൻ പോകുന്നത്. അതേ രീതിയിലുള്ള പെർഫോമൻസ് ആണ് സിനിമ തിയേറ്ററുകളിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 11-12 ദിവസമായിരിക്കുന്നു സിനിമ റിലീസ് ചെയ്തിട്ട്. ഈ കഴിഞ്ഞ ഞായറാഴ്ച പോലും, അതായത് 11ാമത്തെ ദിവസമായിട്ടുള്ള കഴിഞ്ഞ ഞായറാഴ്ച പോലും 1,85,00,000 രൂപയോളം സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചു. അത് ഫൈനൽ കണക്കായിട്ട് പറയാൻ സാധിക്കത്തില്ല. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് കറക്റ്റ് കണക്ക് കിട്ടുക. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 1,85,00,000 രൂപ എന്നാണ്. അത് കറക്റ്റ് കണക്ക് വരുമ്പോൾ ഏകദേശം 2 കോടിക്ക് അടുത്ത് തന്നെ ഉണ്ടാകും. അതായത് രണ്ടാമത്തെ ഞായറാഴ്ച പടം റിലീസ് ചെയ്ത് കഴിഞ്ഞ് 11 ദിവസങ്ങൾക്ക് ശേഷം ഇതേ പെർഫോമൻസ് സിനിമയ്ക്ക് തിയേറ്ററിൽ കാഴ്ചവെക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സിനിമ ഇനിയും വലിയ ദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. റിലീസ് ചെയ്ത ആദ്യ ദിവസം വെറും 1,25,00,000 രൂപ മാത്രമാണ് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. അവിടെയാണ് 1,25,00,000 രൂപ ആദ്യ ദിവസം നേടിയെടുത്ത സിനിമയാണ് 11ാം ദിവസം 1,85,00,000 രൂപ നേടിയെടുത്തിരിക്കുന്നത്. ആദ്യത്തെ ആഴ്ച കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 15,41,00,000 രൂപയോളം നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചു. ആദ്യത്തെ ആഴ്ച 15,41,00,000 രൂപയോളം നേടിയെടുത്ത സിനിമ വേൾഡ് വൈഡ് ആയിട്ട് ഇതിനോടകം തന്നെ നേടിയെടുത്തിരിക്കുന്നത് 40 കോടിയാണ് എന്നുള്ള അൺഒഫീഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ടുണ്ട്. ഒഫീഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ടല്ല, അൺഒഫീഷ്യൽ ആയിട്ട് 40 കോടി രൂപ വേൾഡ് വൈഡ് ആയിട്ട് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചു. എന്നാൽ കേരളത്തിൽ നിന്ന് കൃത്യമായിട്ടുള്ള കണക്ക് പറയുകയാണെങ്കിൽ 20,12,00,000 രൂപയോളമാണ് ഇതിനോടകം നേടിയെടുക്കാൻ സാധിച്ചത്. 20,12,00,000 രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കിട്ടി എന്ന് പറയുമ്പോൾ ഈ സിനിമ ഇതിനോടകം തന്നെ സൂപ്പർ ഡൂപ്പർ ഹിറ്റായി മാറി എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഇതൊരു ബ്ലോക്ക് ബസ്റ്റർ ആണ് എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ ആവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കുഞ്ചാക്കോ ബോബന്റെ അടുത്ത 50 കോടി ചിത്രമായിരിക്കും ഇത്. ഇനി നമ്മൾ അടുത്ത പടത്തിലേക്ക്, അത് ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന ഉണ്ണി മുകുന്ദന്റെ സിനിമയാണ്. ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ട് അദ്ദേഹം വാഴ്ത്തപ്പെട്ടതിന് ശേഷം ഇറങ്ങുന്ന അദ്ദേഹത്തിന്റെ ഒരു സിനിമയാണ്. പക്ഷെ ആ സിനിമ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറിനുള്ള പ്രകടനം കാഴ്ചവച്ചില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറയുകയുണ്ടായി. സിനിമ ഇപ്പോഴും കേരളത്തിൽ മാത്രമല്ല വിദേശത്തും വളരെ ദയനീയമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിന് പ്രധാനമായിട്ടുള്ളൊരു കാര്യം സിനിമയ്ക്ക് ഒരു നല്ല പ്രമോഷൻ അവർ കൊടുത്തില്ല എന്നുള്ളതാണ്. പ്രമോഷൻ കൊടുത്തില്ല, സിനിമയുടെ കളക്ഷൻ കുറവാണ്, കാര്യങ്ങളെല്ലാമാണ് എന്നുണ്ടെങ്കിലും സിനിമയ്ക്ക് ഈ പറഞ്ഞ ഉണ്ണി മുകുന്ദന്റെ പാൻ ഇന്ത്യൻ എഫക്ട് ചെറുതായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇതുവരെ മലയാള സിനിമയിൽ നിന്ന് ഒരു സിനിമയുടെ റൈറ്റ്സ് വിറ്റുപോയിരിക്കുന്നത്, വിതരണാവകാശം വിറ്റുപോയിരിക്കുന്നതിന്റെ സകലമാന റെക്കോർഡുകളും തൂക്കിക്കൊണ്ട് ചിത്രത്തിന്റെ തെലുങ്ക് തമിഴ് വിതരണാവകാശം വിറ്റുപോയിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. അത് മലയാളം തന്നെ ആയിട്ടാണോ അതോ ഡബ് ചെയ്തിട്ടാണോ ഇറക്കണമെന്നൊന്നും അറിയത്തില്ല. പക്ഷെ രണ്ടിന്റെയും വിതരണാവകാശം റെക്കോർഡ് തുകയ്ക്ക് വിറ്റുപോയിട്ടുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നു. ഈ സിനിമയുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് അറിയത്തില്ല. അതിന്റെ ബാക്കി ഭാഗങ്ങൾ പടം കണ്ടില്ല ഞാൻ. ബാക്കി ഭാഗങ്ങളെല്ലാം കണ്ടിട്ട് ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു നല്ല രീതിയിലുള്ള കോസ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണെന്ന് തോന്നുന്നു. എന്ത് തന്നെയായാലും ഉണ്ണി മുകുന്ദന്റെ ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇതുവരെ നേടിയെടുക്കാൻ സാധിച്ച 2,20,00,000 രൂപ മാത്രമാണ്. വിദേശ മാർക്കറ്റുകളിലെ കണക്കുകൾ ലഭ്യമല്ല. പക്ഷെ കാണുന്ന അൺഒഫീഷ്യൽ ആയിട്ടുള്ള കണക്കുകൾ കാണുമ്പോൾ വെറും 70 മുതൽ 80 ലക്ഷം രൂപ വരെ മാത്രമേ വിദേശത്ത് നിന്ന് നേടിയെടുത്തിട്ടുള്ളൂ എന്നും കൂടി അറിയുന്നത്. അതായത് 3 കോടിക്ക് ജസ്റ്റ് മുകളിൽ മാത്രമാണ് സിനിമ ഇതുവരെ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് വന്നിരിക്കുന്നത്. അതെന്ന് പറയുമ്പോൾ വലിയ ദുഃഖകരമായിട്ടുള്ള ഒരു കണക്ക് തന്നെയായിരിക്കുമെന്ന് ഊഹിക്കാം. പക്ഷെ അവിടെയാണ് ഈ സിനിമയുടെ തെലുങ്ക് തമിഴ് വിതരണാവകാശം വലിയ റെക്കോർഡ് തുകയ്ക്ക് വിറ്റുപോയിരിക്കുന്നത്. അത് സിനിമയുടെ ബഡ്ജറ്റ് തിരിച്ചു പിടിക്കുന്നതിൽ വലിയ കാര്യമായിട്ട് ഗുണം ചെയ്യുമെന്നുള്ളത് കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുന്നു.
അടുത്തത് ഒരാഴ്ച പഴക്കമുള്ള സിനിമയാണ് ദാവീദ് എന്ന് പറയുന്ന സിനിമ. ഈ പറഞ്ഞ സിനിമകളിൽ ഞാൻ ഈ സിനിമ മാത്രമേ കണ്ടുള്ളൂ. ആന്റണി പെപ്പെ നായകനായിട്ട് വന്ന ദാവീദ് എന്ന് പറയുന്ന സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്. തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ സിനിമ തിയേറ്ററുകളിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുന്നതാണ് നല്ലത്. അത്യാവശ്യം നല്ലൊരു ആക്ഷൻ സിനിമ കാണണമെന്ന്, അതായത് ആന്റണിയുടെ സിനിമകൾ നമുക്ക് ഊഹിക്കാവുന്ന സിനിമകളാണ്. പണ്ട് കാലത്ത് മറ്റേ ബാബു ആന്റണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു റോളാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദാവീദും ഒട്ടും മോശമല്ല, ഇടിപ്പടം എന്ന രീതിയിൽ നമുക്ക് ആസ്വദിക്കാം ഒരു സിനിമ തന്നെയാണ്. ഒരു ഗംഭീര ആക്ഷൻ സിനിമ എന്നൊന്നും പറയണ്ട, കൊടുത്ത കാശിന് മുതലാവുന്ന ഇടി കണ്ടുകൊണ്ടിരിക്കാമെന്ന് പറയുന്ന ഒരു സിനിമ. ആ സിനിമയ്ക്ക് ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ച 5,93,00,000 രൂപയാണ്. 5,93,00,000 രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്ത സിനിമ വിദേശത്ത് റിലീസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റിയുള്ള അറിവുകളൊന്നും തന്നെ ലഭ്യമല്ല. അവിടെ നിന്ന് എത്ര കിട്ടി എന്നുള്ളതും അറിയത്തില്ല. അപ്പൊ എന്തായാലും 5,93,00,000 രൂപ എന്ന് പറയുന്നത് അതുപോലുള്ള ഒരു സിനിമയെ സംബന്ധിച്ച് വലിയ മോശമല്ലാത്ത കണക്കാണ്. വിദേശ കളക്ഷനും കൂടി കിട്ടുമ്പോൾ നല്ലൊരു എമൗണ്ട് അതിനകത്ത് ഉണ്ടാകുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇത് നെറ്റ് കണക്കായതുകൊണ്ട് തന്നെ പക്ഷെ പടത്തിന് തിയേറ്റർ പ്രോഫിറ്റ് ആയിട്ടുണ്ടാവില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കും. അതേ ദിവസം തന്നെ റിലീസ് ചെയ്ത സിനിമയാണ് ബ്രോമാൻസ് എന്ന് പറയുന്ന സിനിമ. ദാവീദ് ബ്രോമാൻസിനെ ഇടിച്ചിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്ററൊക്കെ ഇറങ്ങി വലിയ വിവാദമൊക്കെ ആയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. പക്ഷേ ഫൈനൽ കളക്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബ്രോമാൻസ് വലിയ ഒരു ഹിറ്റായിട്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതുവരെ വേൾഡ് വൈഡ് ആയിട്ട് ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ച 14,22,00,000 രൂപയാണ്. അപ്പോൾ ഈ ബ്രോമാൻസിനെ ഇടിച്ചിട്ടു എന്ന് പറയുന്ന ദാവീദിന്റെ അവസ്ഥ 5,93,00,000 രൂപയാണ്. ഏതാണ്ട് 3 ഇരട്ടിയോളം തുക ബ്രോമാൻസ് തൂക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രോമാൻസിന്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ താരതമ്യേന കുറവാണ്. കാരണം വലിയ പ്രതിഫലം വാങ്ങുന്ന താരങ്ങൾ ആരും തന്നെ ആ സിനിമയിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ സിനിമ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് എന്ന് തന്നെ നമുക്ക് വിളിക്കാവുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതാണ്. ദാവീദ്, ബ്രോമാൻസ് എന്ന് പറയുന്ന സിനിമകൾ നോക്കുമ്പോൾ ബ്രോമാൻസ് സൂപ്പർ ഹിറ്റ്. അടുത്തത് അതേ ആഴ്ച തന്നെയാണ് റിലീസ് ചെയ്തതെന്ന് തോന്നുന്നു പൈങ്കിളി എന്ന് പറയുന്ന സിനിമ. അതായത് നമ്മുടെ അമ്പൻ നായകനായിട്ട് വന്ന സിനിമയാണ് പൈങ്കിളി. പൈങ്കിളിയുടെ കണക്ക് നോക്കുന്ന സമയത്ത് 3,89,00,000 രൂപയോളം ചിത്രത്തിന് ഇതിനോടകം നേടിയെടുക്കാൻ സാധിച്ചു. ഇത് വിദേശ കണക്ക് കൂടി ഉൾപ്പെട്ടിട്ടാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ പടം വിദേശത്ത് റിലീസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയത്തില്ല. അതായത് വേൾഡ് വൈഡ് കണക്കാണ് ഈ 3,89,00,000 എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷെ അത് വിദേശത്ത് റിലീസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പൊ പടത്തിന്റെ ബഡ്ജറ്റ് കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ 3,89,00,000 രൂപ കിട്ടിയാൽ അത് തിയേറ്റർ പ്രോഫിറ്റ് ആവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്തത് മച്ചാന്റെ മാലാഖ എന്ന് പറയുന്ന സിനിമ 4 ദിവസം മുമ്പ് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത സിനിമയാണ്. അത് ഇതിനോടകം തന്നെ 66 ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് നേടിയെടുത്തിട്ടുണ്ട്. മച്ചാന്റെ മാലാഖ വലിയ പ്രതീക്ഷ ഉള്ള സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൗബിൻ സാഹിറിന്റെ മുഖം തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോസ്റ്ററിൽ കണ്ടു കഴിഞ്ഞാൽ കയറാൻ ആളുണ്ട് കേരളത്തിൽ എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ആ ഒരു രീതിയിലുള്ള പെർഫോമൻസ് ഇതിനോടകം ചിത്രം കാഴ്ചവെച്ചിട്ടില്ല. അതിന്റെ കാരണം എനിക്ക് തോന്നുന്നത് ഒന്ന്, ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ നല്ല രീതിയിൽ തന്നെ തിയേറ്ററുകളെ ഇളക്കി മറിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് ഈ സിനിമയ്ക്ക് ഈ പറഞ്ഞ മാതിരി അങ്ങനെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള പോലും ആർക്കും അറിയത്തില്ല. അതായത് ജസ്റ്റ് പോസ്റ്റർ ഇപ്പൊ തന്നെ ഒട്ടിച്ചിട്ടുണ്ട് എന്നല്ല, അതിനേക്കാൾ അപ്പുറമായിട്ട് യാതൊരുവിധ പ്രൊമോഷനും ആ സിനിമയ്ക്ക് കാണുന്നില്ല. അത് ഈ സിനിമയുടെ കളക്ഷനെ ഭാവിയിൽ ബാധിക്കുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളും കമന്റുകളും താഴെ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.